ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹം വണ്ടി ഓടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്കും കൃത്യമായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ കൃത്യമായിട്ടും പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എപ്പോഴും ഒരു ഹാഫ് ക്ലച്ചൊക്കെ ചവിട്ടിയേ ഗിയർ മാറത്തുള്ളൂ. അതുപോലെ തന്നെ ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ പലപ്പോഴും മാറിപ്പോകുന്ന ഒരു സാഹചര്യവും അദ്ദേഹത്തിന് സംഭവിക്കാറുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്. എന്നാൽ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറ്റാനായിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ട്രിക്ക് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത് നിങ്ങളുമായിട്ട് ഇത് ഒന്ന് പങ്കുവെക്കണമെന്ന്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ മിസ്റ്റേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് കാണിച്ചു തരാം. ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ആദ്യമൊക്കെ ഗിയർ മാറുമ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടാൻ കഴിയാത്തത്, അല്ലെങ്കിൽ പ്രോപ്പർ ഗിയറിലേക്ക് മാറാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഒരേ സമയത്ത് പല കാര്യങ്ങളിൽ ശ്രദ്ധ നൽകി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതായത് ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല കാര്യങ്ങൾ നമ്മൾ ഒരു ടൈമിൽ ഒരേപോലെ ശ്രദ്ധയോടെ ഒരു ബാലൻസോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണം, നമ്മൾ ഗിയർ മാറ്റണം, ആ ഒരു ടൈമിൽ ക്ലച്ച് ചവിട്ടണം, ഒപ്പം നമുക്ക് ബ്രേക്കിൽ വരണം, ആക്സിലറേഷനിലേക്ക് വരണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരേപോലെ ചെയ്യുമ്പോഴേ നമുക്ക് ഒരു വണ്ടി ഏറ്റവും മികച്ച രീതിയിൽ ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടി ഓരോ ഗിയർ മാറേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടേണ്ട കാര്യം മറന്നു പോകും, ചെറുതായിട്ട് ചവിട്ടും. ഗിയർ ഇടുന്ന സമയത്ത് കൃത്യമായിട്ടും ക്ലച്ച് ചവിട്ടുന്ന ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ചെല്ലുമ്പോൾ ചിലപ്പം നമ്മൾ ഓരോ ഗിയർ മാറുമ്പോൾ ഉദ്ദേശിക്കുന്ന ഗിയറിലേക്ക് വീഴാതെ മറ്റേതെങ്കിലും ഒരു ഗിയറിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാറാനായിട്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ വണ്ടി ഒരു നിരപ്പ് റോഡിൽ പാർക്ക് ചെയ്തിടുക, സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇതേ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങൾ ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിച്ചിട്ട് ആദ്യം നിങ്ങൾ ഗിയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗിയറിൻ്റെ പൊസിഷനാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രൽ പോയിന്റിലാണ് കിടക്കുന്നത്, സെൻറ്ററിലാണ് ന്യൂട്രൽ. അപ്പോൾ ഇപ്പം ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്, ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അതിനുശേഷം നമുക്ക് സെക്കൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ലിവർ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട്, അതായത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ താഴോട്ടിട്ടാൽ നമുക്ക് സെക്കൻഡ് വീഴും. ഓക്കെ, അപ്പം മാക്സിമം താഴോട്ട് ഇട്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ഗിയർ വീഴത്തുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഗിയർ ലിവർ ചെറുതായിട്ട് മേളിലേക്ക് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പം ഓൾറെഡി ന്യൂട്രൽ പോയിന്റിലേക്ക് വരും. നിങ്ങൾ നോക്കി, ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണ്, ഇതേ ന്യൂട്രൽ പോയിന്റിലേക്ക് വന്നു, എന്നിട്ട് കൈ അയച്ചു, ന്യൂട്രൽ പോയിന്റ് വന്നു, എന്നിട്ട് ഗിയർ ലിവർ സെൻറ്റർ ആക്കിക്കൊണ്ട് ഇപ്പോൾ ഓൾറെഡി സെൻട്രൽ പോയിന്റിലാണ് വന്നേക്കുന്നത്. അപ്പം തേർഡിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ന്യൂട്രൽ പോയിന്റ് സെൻറ്ററിലേക്ക് വരും. ഇവിടെ നമ്മൾ ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തേർഡ് ഗിയർ നമുക്ക് വീഴും. ഇനി ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക, ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, തൊട്ട് താഴോട്ടിട്ടാൽ ഫോർത്ത് വീഴും. ഇനി ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിൽ വരുന്നു, ഇങ്ങോട്ടോ മാറില്ല, പോയിന്റിൽ കറക്റ്റായിട്ട് നിൽക്കുക, നേരെ മേളിലേക്ക് ഇട്ടാൽ തേർഡ് വീഴും. ഇനി തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ, സെക്കൻഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ വലിച്ചൊന്നും ഇടരുത്. വലിച്ചിട്ട് പല ആൾക്കാരും തേർഡിൽ നിന്ന് സെക്കൻഡ് ഇടുന്നതാണ്, ഇങ്ങനെ വലിച്ചിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സിന് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഈ ഗിയറിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള മറ്റ് ഇതുമായിട്ട് അനുബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അവയ്ക്ക് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമ്മൾ തേർഡിലേക്ക് ഇടുന്ന സമയത്ത് ജസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരിക, ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുക, താഴോട്ട് ഇടുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇടാം. ഫസ്റ്റിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചേർത്ത് ഫസ്റ്റിലേക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് ഇങ്ങനെ ഗിയർ ഇടുക. അതിനുശേഷം ഫോർത്ത്, തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് എന്ന് പറഞ്ഞും ഗിയർ ഇട്ട് നിങ്ങൾ വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്യണം. ആദ്യത്തെ ഒരു പോയിന്റ്. ഇനി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്ക് പെഡലേ വെക്കുക, അതിനുശേഷം ക്ലച്ചിൽ ഇത്തരത്തിൽ കാല് വെക്കുക. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഓക്കെ, കാലെടുത്ത് ഫ്ലോറിൽ വെക്കേണ്ട, ജസ്റ്റ് ക്ലച്ചിൻ്റെ മേളിൽ തന്നെ ഇങ്ങനെ കാല് വെക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, വീണ്ടും ക്ലച്ച് ചവിട്ടുക, തേർഡ് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ക്ലച്ച് ചവിട്ടുക, തേർഡിൽ നിന്ന് ഫോർത്ത് ഇടുക, അതിനുശേഷം വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. അങ്ങനെ ഫുൾ ക്ലച്ച് ചവിട്ടി ഓരോ ഗിയർ ഇടണം. അതായത് നിങ്ങൾ വണ്ടിയിലിരുന്ന് ഇതൊന്നും മനപ്പാടമാക്കണം. ഇപ്പോൾ ഫോർത്തിൽ നിന്ന് നമുക്ക് തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു,
തേർഡ് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാല് അയക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, തേർഡിൽ നിന്ന് ന്യൂട്രൽ പോയിന്റ് വരുന്നു, ലെഫ്റ്റ് സൈഡ് ചേർക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡിൽ നിന്ന് വീണ്ടും ഫസ്റ്റ് ഇടണം. ഫസ്റ്റ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും സെക്കൻഡ് ഇടണമെന്നുണ്ടെങ്കിലോ വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്നു, അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ഫോർത്തിൽ നിന്ന് തേർഡ് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾ വണ്ടിയിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ ക്ലച്ച് ചവിട്ടുക, ഗിയർ ഇടുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. വീണ്ടും അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ആദ്യം ക്ലച്ച് ചവിട്ടുക, ഗിയർ ഇടുക, അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയ്ക്കുക. ഇത്തരത്തിൽ നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ വണ്ടിയിലിരുന്ന് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം വണ്ടി ഓടിക്കുന്നതിന് മുന്നേ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇടത്തെ കാല് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഗിയർ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ക്ലച്ച് ചവിട്ടുകയും ചെയ്യും. ഒപ്പം നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഗിയറിൻ്റെ പൊസിഷൻ തെറ്റത്തില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങൾ ഏത് ഗിയറിലാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ വന്നായിരുന്നു. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ചെറിയൊരു ട്രിക്കാണ്. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ജിമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒപ്പം എൻ്റെ വാട്സപ്പ് നമ്പരും കൊടുക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.